നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്തെല്ലാം ഫാക്ടേഴ്സ് ആണ് എക്കണോമിക് ആയിട്ടുള്ള കാര്യങ്ങളെ അഫക്റ്റ് ചെയ്യുന്നത്. അതായത് എക്കണോമിക് എൻവയോൺമെന്റിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എക്കണോമിക് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കണോമിക് ആക്ടിവിറ്റീനെ അഫക്റ്റ് ചെയ്യുന്ന എന്തെല്ലാം ഫാക്ടേഴ്സ് ഉണ്ടോ അതെല്ലാമാണ് എക്കണോമിക് എൻവയോൺമെന്റിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. അതിൽ എക്കണോമിക് കണ്ടീഷൻസ് വരും, എക്കണോമിക് സ്ട്രക്ചർ വരും, എക്കണോമിക് പോളിസീസ് വരും, എക്കണോമിക് സിസ്റ്റംസ് വരും. ഒരു ഇന്റർനാഷണൽ ബിസിനസ് എൻവയോൺമെന്റിന്റെ സർവൈവലും പ്രോസ്പെരിറ്റിയും പ്രധാനമായിട്ടും ഗവേൺ ചെയ്യുന്നത് എക്കണോമിക് ഡെവലപ്മെന്റും മാർക്കറ്റ് കണ്ടീഷൻസ്, ഈ രണ്ട് ഫാക്ടേഴ്സ് ആണ് ശരിക്കും ഒരു ഇന്റർനാഷണൽ ബിസിനസ് എൻവയോൺമെന്റിന്റെ സർവൈവലും പ്രോസ്പെരിറ്റിയും ഡിസൈഡ് ചെയ്യണത്. രണ്ട് രാജ്യങ്ങളിൽ, അതായത് ആ ഹോം കൺട്രിയിലെ എക്കണോമിക് ഫാക്ടേഴ്സിന്റെ അല്ലെങ്കിൽ എൻവയോൺമെന്റിന്റെ അവസ്ഥ എന്താണ്, അതുപോലെ അത് ചെന്ന് എത്തിപ്പെടുന്ന ആ രാജ്യത്തെ എക്കണോമിക് എൻവയോൺമെന്റിന്റെ അവസ്ഥ എന്താണ്, ഇത് രണ്ടുമാണ് ഒരു ഇന്റർനാഷണൽ ബിസിനസ് എന്റർപ്രൈസിനെ വളർത്തുകയും അതുപോലെ തളർത്തുകയും ചെയ്യുന്നത്. ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ നോക്കുന്നത് ആദ്യത്തെ എക്കണോമിക് കണ്ടീഷൻസ്. ഈ എക്കണോമിക് കണ്ടീഷൻസ് ശരിക്കും എന്താ പറയാ, കുറെ ഫാക്ടേഴ്സ് ആണ്. അതായത് ഇപ്പൊ GDP, GNP, അതുപോലെ പർച്ചേസിംഗ് പവർ പാരിറ്റി, പെർ ക്യാപിറ്റ ഇൻകം, ലെവൽ ഓഫ് ഡിസ്പോസബിൾ ഇൻകം, എത്രത്തോളം ഇൻകം അവന്റെ ബേസിക് എക്സ്പെൻസസ് കഴിച്ച് സ്പെൻഡ് ചെയ്യാനുണ്ട്, അതുപോലെ ഇൻഫ്ലേഷൻ റേറ്റ്, എക്കണോമിക് ഗ്രോത്ത് റേറ്റ്, ഇമ്പോർട്ട് എക്സ്പോർട്ട് ടു GDP, ബാലൻസ് ഓഫ് പേയ്മെന്റ്, ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ്, ഈ പറയുന്ന മേജർ ആയിട്ടുള്ള മാക്രോ ഫാക്ടേഴ്സ്. ഇത് ശരിക്കും ഒരു രാജ്യത്തിന്റെ എക്കണോമിക് പ്രോഗ്രസ് മെഷർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കുറെ മെഷേഴ്സ് ആണ്. നിങ്ങൾ പലരും ഇത് ഓൾറെഡി നല്ല പരിചയമുള്ള കാര്യങ്ങളാണ്. ഇതല്ല ഓൾറെഡി നിങ്ങൾ എക്കണോമിക്സിലൊക്കെ പഠിച്ചു പോയേക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത് എല്ലാം നോക്കിയിട്ടാണ് ആ രാജ്യം എത്രത്തോളം എക്കണോമിക്കലി റിസ്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അസസ് ചെയ്യുന്നത്. അപ്പോൾ ഈ എക്കണോമിക് റിസ്ക് പലപ്പോഴും വരാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ എക്കണോമിക് ഇൻസ്റ്റെബിലിറ്റി ഉള്ളതുകൊണ്ടാണ്. ഈ പറയുന്ന ഫാക്ടേഴ്സിൽ ഹ്യൂജ് ചേഞ്ചസ് അല്ലെങ്കിൽ ഹ്യൂജ് ഫ്ലക്ച്വേഷൻസ് വരും ഡ്യൂ ടു എക്കണോമിക് പോളിസി അല്ലെങ്കിൽ എക്കണോമിക് കണ്ടീഷൻ അല്ലെങ്കിൽ എക്കണോമിക് റേറ്റ് ഫ്ലക്ച്വേഷൻസ്. അത് അവിടെയുള്ള ഇൻവെസ്റ്റ്മെന്റിനെ ഹ്യൂജ് ഡെട്രിമെന്റൽ അഫക്റ്റ് അതാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന് എക്കണോമിക് റിസ്ക് എന്നാണ് നമ്മൾ പറയുന്നത്. പ്രധാനമായിട്ടും മൂന്നായിട്ടാണ് എക്കണോമിക്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അക്കോർഡിംഗ് ടു വേൾഡ് ബാങ്ക്. ലോ ഇൻകം അല്ലെങ്കിൽ LDC കൺട്രികൾ, മിഡിൽ ഇൻകം കൺട്രികൾ, ദെൻ ഹൈ ഇൻകം കൺട്രികൾ. ഡിപ്പെൻഡിങ് അപ്പോൺ എത്രത്തോളം ആവറേജ് പെർ ക്യാപിറ്റ ഇൻകം ഒരാൾ ഏൺ ചെയ്യുന്നുണ്ട് എന്നതിനനുസരിച്ചിട്ടാണ് ഇരിക്കുക. ഇതില് ആവറേജ് ഇൻകം ലെസ് ദാൻ $1,035 ആണെന്നുണ്ടെങ്കിൽ അതിന് ലോ ഇൻകം എന്നും, മിഡിൽ ഇൻകം എന്ന് പറയുമ്പോൾ 1,036 തുടങ്ങി 12,615 വരെ മിഡിൽ ഇൻകം എന്നും, 12,616 ആൻഡ് മോർ ആണെന്നുണ്ടെങ്കിൽ അതിനെ ഹൈ ഇൻകം ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിനെ രണ്ടായിട്ട്, മിഡിൽ ഇൻകത്തിന് വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ലോവർ മിഡിൽ ഇൻകം ഗ്രൂപ്പ് എന്നും അപ്പർ മിഡിൽ ഇൻകം. ഓക്കെ, ഇത് എക്കണോമിയുടെ ക്ലാസിഫിക്കേഷനാണ്. ഇത് കൂടാതെ ഇതിന്റെ എക്കണോമിക് സ്ട്രക്ചർ എന്ന് പറയുന്ന ആസ്പെക്ട്, എന്തെല്ലാം ഫാക്ടേഴ്സ് ആണോ പ്രധാനമായിട്ടും ആ എക്കണോമിയുടെ സ്ട്രക്ചർ, അതായത് എത്രത്തോളം അതിലേക്ക് മൂന്ന് മേജർ ആയിട്ടുള്ള സെക്ടേഴ്സ്, അഗ്രികൾച്ചറൽ സെക്ടർ, ഇൻഡസ്ട്രിയൽ സെക്ടർ, അതുപോലെ സർവീസ് സെക്ടർ, പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷറി സെക്ടേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ടു ദ GDP ആസ് വെൽ ആസ് ടു ദി എംപ്ലോയ്മെന്റ്. ഇത് നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സെക്ടർ വൈസ് GDP ആണ്. ഇത് നോക്കി അറിയാം, ഏറ്റവും കൂടുതൽ ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, GDPയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് സർവീസസ് ആണ്, പിന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇൻഡസ്ട്രിയും, പിന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അഗ്രികൾച്ചറുമാണ്. ശരിക്കും നല്ല വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യത്തിന്റെ ഒരു എക്സാമ്പിൾ ശരിക്കും മോർ ദാൻ 50% സർവീസസിൽ നിന്നും, അല്ലെങ്കിൽ മെജോറിറ്റി സർവീസസിൽ നിന്നും, പിന്നെ ഇൻഡസ്ട്രിയിൽ നിന്നും, പിന്നെ അഗ്രികൾച്ചറിൽ നിന്നും ആണ് GDP വരേണ്ടതെന്നാണ്. പക്ഷെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വർക്ക് ചെയ്യുന്നത് ഇപ്പോഴും അഗ്രികൾച്ചർ സെക്ടറിലാണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് നോട്ട് ആസ്
പ്രൊഡക്റ്റീവ് ആസ് അതർ സെക്ടേഴ്സ്. അതാണ് അതിൻ്റെ ഒരു മീനിങ് ആയിട്ട് നമ്മൾ പറയും. അപ്പോൾ എക്കണോമിക് സ്ട്രക്ചർ എന്താണ്, എന്തെല്ലാം ഫാക്ടേഴ്സ് ഉണ്ടോ നാഷണൽ എക്കോണമി മറ്റ് എക്കോണമീസായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ എന്നുള്ളതാണ് നമ്മൾ എക്കണോമിക് സ്ട്രക്ചറിൽ നമ്മൾ അനലൈസ് ചെയ്യും. ഈ എക്കണോമിക് സ്ട്രക്ചറിൽ ശരിക്കും നമ്മൾ പറഞ്ഞതുപോലെ ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യമാണെന്നുണ്ടെങ്കിൽ മോർ ദാൻ 50% ഓഫ് ദി GDP, മോർ ദാൻ 50% ഓഫ് ദി എംപ്ലോയ്മെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, എംപ്ലോയ്മെന്റ് കൊടുക്കേണ്ടതും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സർവീസ് സെക്ടറിലാണ്. അപ്പോൾ ഹൈലി ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള എക്കോണമി ആണെന്നുണ്ടെങ്കിൽ മറ്റ് രാജ്യങ്ങളിലെ അഫക്റ്റ് ചെയ്യുന്ന എല്ലാ ഫാക്ടേഴ്സും നമ്മുടെ ഇവിടെയുള്ള ആ ഒരു എക്കണോമിക് സ്ട്രക്ചറിനെയും ശരിക്കും അഫക്റ്റ് ചെയ്യും. ഇതിൻ്റെ എംപ്ലോയ്മെന്റ് സ്ട്രക്ചറാണ്, ഇന്ത്യയിലുള്ള എംപ്ലോയ്മെന്റ് സ്ട്രക്ചറാണ്. നിങ്ങൾ നോക്കിക്കേ, 2013 തുടങ്ങി 2023 വരെയുള്ള ഡാറ്റ ഇതിനകത്തുണ്ട്. പ്രധാനമായിട്ടുള്ള എംപ്ലോയ്മെന്റ് ഫോഴ്സ് ഇരിക്കുന്നത് ഇപ്പോഴും വർക്ക് ചെയ്യുന്നത് അഗ്രികൾച്ചറൽ സെക്ടറിലാണ്, പിന്നെ വർക്ക് ചെയ്യുന്നത് സർവീസ് സെക്ടറിലാണ്, പിന്നെ വർക്ക് ചെയ്യുന്നത് ഇൻഡസ്ട്രിയൽ സെക്ടറിലാണ്. ഇത് ശരിക്കും നേരെ തിരിച്ചാവുന്നത്, കാരണം കൂടുതൽ GDP ഉള്ളത് ഈ ഒരു സെക്ടറിൽ നിന്നാണ്, പിന്നെ കൂടുതൽ GDP ഉള്ളത് ഈ സെക്ടറിൽ നിന്നാണ്, ഏറ്റവും കുറവ് GDP ഉള്ളത് ഈ സെക്ടറിൽ നിന്നാണ്, അഗ്രികൾച്ചർ സെക്ടറിൽ. അവിടെയാണ് ഏറ്റവും കൂടുതൽ വർക്ക് ഫോഴ്സ് ഉള്ളത്. അപ്പോൾ അത് അത്രത്തോളം ഇൻഎഫിഷ്യൻ്റ് ആണ് എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ദെൻ എക്കണോമിക് പോളിസീസ്. എന്തെല്ലാമാണ് എക്കണോമിക് പോളിസീസ് ആയിട്ട് പറയുന്നത്? ഒരു രാജ്യത്തിൻ്റെ എക്കണോമിക് ആക്ടിവിറ്റീനെയും അവിടുത്തെ എക്കോണമിനെ കൺട്രോൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട എന്തെല്ലാം എക്കണോമിക് ആക്ടിവിറ്റീസ് ഉണ്ടോ അതെല്ലാം എക്കണോമിക് പോളിസിയുടെ അണ്ടറിലാണ് വരുന്നത്. അതായത് ടാക്സ് റേറ്റിൻ്റെ കൂടുതലും കുറവ്, GST ആയിക്കോട്ടെ, ഇൻകം ടാക്സ് ആയിക്കോട്ടെ, അതുപോലെ മോണിറ്ററി പോളിസി, ഫിസ്ക്കൽ പോളിസി, ഇൻഡസ്ട്രിയൽ പോളിസി, ട്രേഡ് പോളിസി, ഫോറക്സ് പോളിസി, പിന്നെ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ടെക്നോളജി പോളിസി. ഈ പോളിസികളെല്ലാം എങ്ങനെയാണ് ഒരു രാജ്യത്ത് ഫോർമുലേറ്റ് ചെയ്യുന്നത്, അതിന് എത്രത്തോളം സ്ട്രെങ്ത് ഉണ്ട്, എത്രത്തോളം സ്റ്റെബിലിറ്റി ഉണ്ട് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുക. ഇതിൽ മോണിറ്ററി പോളിസി എന്ന് പറയുമ്പോൾ മണിയുടെ സർക്കുലേഷൻ, അതിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, എക്സ്ചേഞ്ച് റേറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ നോക്കുക. ഫിസ്ക്കൽ പോളിസിയിൽ നമ്മൾ പറയുമ്പോൾ ഗവൺമെന്റിന്റെ ടാക്സ് റവന്യൂന്റെ കളക്ഷനും അതെങ്ങനെ എക്സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ള ഫാക്ടേഴ്സ് ആണ് ശരിക്കും ഫിസ്ക്കൽ പോളിസിയിൽ നമ്മൾ പറയും. ഇൻഡസ്ട്രിയൽ പോളിസിയിൽ നമ്മൾ പറയുന്ന കാര്യം ഓരോ സെക്ടേഴ്സിന്റെയും സ്കോപ്പ് എത്രത്തോളം ഉണ്ട്, അത് എങ്ങനെയാണ് ഓരോ ബിസിനസ്സിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ടെക്നോളജിയുടെ ചോയ്സ്, സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. അതായത് നമ്മുടെ LPG ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, അതിന്റെ എക്സ്റ്റെന്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഇൻഡസ്ട്രിയൽ പോളിസിയിൽ ഡിഫൈൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് ട്രേഡ് പോളിസികളും ഫോറക്സ് പോളിസികളും. എത്രത്തോളം ഫോറിൻ എക്സ്ചേഞ്ച് ഓരോ കാര്യങ്ങൾക്കും അലൗഡ് ആണ്, കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷൻസിന് വല്ല ലിമിറ്റും ഉണ്ടോ, ക്യാപിറ്റൽ അക്കൗണ്ട് ട്രാൻസാക്ഷൻസിന് വല്ല ലിമിറ്റും ഉണ്ടോ, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റിന് വല്ല റെസ്ട്രിക്ഷൻസ് ഉണ്ടോ, എത്രത്തോളം ഓപ്പൺ ആണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫോറക്സ് പോളിസിയിൽ വരും. എക്കണോമിക് സിസ്റ്റത്തിനെ പറ്റി നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു.